ചരിത്രം എന്നും ഇങ്ങനെയാണ്. ചരിത്രത്തിന് തനിയാവർത്തനങ്ങളുണ്ട്. കാലത്തിൻ്റെ കാവ്യനീതി എന്നും ചരിത്രം തീർച്ചയായിട്ടും ചെയ്തിട്ടേയുള്ളൂ. ഈ പ്രകൃതി നിലനിൽക്കുന്നത് ചില സത്യങ്ങളുടെയും മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും നൈതികതയുടെയും പുറത്താണ്. മനുഷ്യർ എന്തെല്ലാം അഹങ്കാരം കാണിച്ചാലും അവൻ ഒരു നാൾ വില പറയേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും. കണക്ക് പറയാതെ ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല. അത് ആരോഗ്യപരമായ രീതിയിലുള്ള കണക്കായിരിക്കാം, ശാരീരിക അസ്വസ്ഥത കൊണ്ടായിരിക്കാം, വേണ്ടപ്പെട്ടവർക്ക് ദുഃഖം കൊടുത്തുകൊണ്ടായിരിക്കാം, സ്വന്തമായി ദുഃഖം കൊടുത്തുകൊണ്ടായിരിക്കാം, ശരീരത്തിന് മനസ്സിന് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ടായിരിക്കാം. എല്ലാറ്റിനും കണക്കു പറഞ്ഞേ കഴിയൂ. നമുക്ക് അധികാരമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, വിദൂഷകന്മാരുള്ളപ്പോൾ, വൈതാളികരായിട്ടുള്ളവർ ചുറ്റും നിന്ന് നമുക്ക് തേയിടുമ്പോൾ, നമുക്ക് PR വർക്ക് ചെയ്ത ആളുള്ളപ്പോൾ, മാർക്കറ്റിംഗ് നടത്തിത്തരാൻ ആളുള്ളപ്പോൾ, നമ്മൾ വല്ലാതെ കൊടുമ്പിരി കൊണ്ട് വല്ലാതെ നമ്മൾ ഒരു തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച്, അധികാരത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് നാം പലതും ചെയ്തു കൂട്ടും. പിന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന ദരിദ്ര നാരായണന്മാരെല്ലാം നമുക്ക് ശല്യമായിരിക്കും. നമുക്ക് സ്റ്റാലിൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. സ്റ്റാലിൻ ഒരു ദിവസം തൻ്റെ പാർലമെൻറ്റിൽ ഒരു കോഴിയെ കൊണ്ടുവന്നു. ആ കോഴിയെ കൊണ്ടുവന്നതിന് ശേഷം തൻ്റെ പാർലമെൻറ്റ് അംഗങ്ങളുടെ മുന്നിൽ വെച്ച് ഓരോ കോഴിയുടെ ഓരോ പൂടയും പറിച്ച് കളയുകയായിരുന്നു. അങ്ങനെ ഓരോ പൂടയും പറിച്ച് കളയുമ്പോഴും കോഴി കിടന്ന് ഇങ്ങനെ ജീവൻ മരണ പോരാട്ടത്തിന് വിളിക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാ പൂടയും പറിച്ച് കളഞ്ഞിട്ട് കോഴിയെ താഴെയിടും. അപ്പോഴും കോഴി മരിക്കത്തില്ലല്ലോ, ചത്തുപോകത്തില്ലല്ലോ. താഴെയിടും. താഴെയിട്ടതിന് ശേഷം കുറച്ച് അരിമണികൾ വിതറി ദൂരേക്കെറിയുമ്പോൾ ജീവഭയം കൊണ്ട് രക്തം ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന രീതിയിൽ പോയിരുന്ന കോഴി നേരെ ആ അരിമണികൾ കൊത്തിത്തിന്നും. അപ്പോഴാണ് സ്റ്റാലിൻ തൻ്റെ അടുത്ത് കാലിൻ്റെ തൊട്ടടുത്ത് കുറച്ച് അരിമണി ഇടും. മറ്റേ അരിമണി തീർന്ന മുറയ്ക്ക് ആ കോഴി ഓടി വന്ന് കാലിൻ്റെ അടുത്ത് കിടക്കുന്ന അരിമണികൾ തിന്നും. അപ്പോഴാണ് സ്റ്റാലിൻ MP മാരോട് പറയുന്നത്, അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങളോട് പറയുന്നത്, കണ്ടില്ലേ, ഇതാണ് ജനങ്ങൾ. അവരുടെ ഏത് പൂട പറിച്ചാലും, അവരെ രക്തം ചിന്തും പോലെ തല്ലിച്ചതച്ചാലും, അവരെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നക്കാപ്പിച്ച ഇട്ട് കൊടുത്താൽ മതി, ഈ കണ്ടില്ലേ ഈ കോഴിയെ എന്ന് പറഞ്ഞ അതേ സ്റ്റാലിൻ്റെ പേര് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലാണ്. സ്റ്റാലിൻ്റെ പതനം എങ്ങനെയായിരുന്നു? സാർ ചക്രവർത്തിയുടെ പതനം എങ്ങനെയായിരുന്നു? മുസോളിനിയുടെ അവസാനം എങ്ങനെയായിരുന്നു? ഹിറ്റ്ലറിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? സത്യത്തിന് വേണ്ടി നിലകൊണ്ട യേശുദേവൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? ഉയർത്തെഴുന്നേൽപ്പടക്കം കൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും നബിയുടെയും അങ്ങനെ രാമൻ്റെയും അതുപോലെ ഏത് കഥാപാത്രത്തെ വേണം നിങ്ങൾ എടുത്തു നോക്കൂ. മഹാഭാരതത്തിലേക്ക് കഥാപാത്രങ്ങൾ എടുത്തുകൊള്ളൂ. അവരെല്ലാം അധികാരവും സമ്പത്തും ചെങ്കോലും കിരീടവും ഒക്കെ വച്ച് വാണവർ തന്നെയാണ്. പക്ഷെ അവരെല്ലാം ചരിത്രത്തിൻ്റെ പൊൻതളികകളിൽ കയറി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ സാർ ചക്രവർത്തിയും മുസോളിനിയും ഹിറ്റ്ലറും സ്റ്റാലിനുമൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോയത് അധികാരത്തിൻ്റെ ഡെമ്പ് കൊണ്ടാണ്. എന്താണ്, കള്ളനെ പന പോലെ വളർത്തും. അത് പക്ഷേ ഒരു ദിവസം ഇങ്ങനെ താഴെ എടുത്തിടും. രാവുണ്ടെന്ന് പറഞ്ഞ് വെളുക്കുന്നവരെ മോഷ്ടിച്ചാൽ ആരും പൊറുക്കില്ല. കേരളത്തിൽ സംഭവിച്ചത് അതല്ലേ? ഒരധികായകൻ്റെ പതനം. അധികായകർക്ക് ഒരുപാട് ആയുസ്സില്ല, ഏകാധിപതികളുടെ ആയുസ് കുറഞ്ഞതാണ്. ഇവിടെ 10 വർഷത്തെ ആയുസ് മാത്രമാണ് ഏകാധിപതിക്ക് ഉണ്ടായിരുന്നത്. 10 വർഷം ഒരു ചെറിയ കാലയളവല്ലേ. 80 വയസ്സിനിടയിൽ 70 വയസ്സുമില്ലാത്ത പുതിയൊരു മനുഷ്യനെയാണ് രണ്ടാം ഭരണകൂടത്തിൽ കാണുന്നത്. ചുറ്റും PR വർക്ക് നടത്തുകയും ചുറ്റും കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ മാത്രം കൂടെ നിർത്തുകയും ബാക്കിയുള്ള സത്യം ചെയ്യുന്ന, നീതി പറയുന്ന എല്ലാവരെയും കൊല്ലുകയും കൊലവിളിക്കുകയും ചെയ്യുന്ന, എഴുതുന്നവരെ, വായിക്കുന്നവരെ, സകലവരെ, പരിസ്ഥിതി പ്രവർത്തകർ വേണ്ട, അവർ വികസന വിദ്രോഹികളാണ്. എഴുത്തുകാർ വേണ്ട, സാമൂഹ്യ പ്രവർത്തകർ വേണ്ട, സാഹിത്യകാരന്മാർ വേണ്ട, കൂടെ നിൽക്കുന്ന നന്മയുള്ള IAS വേണ്ട, ബ്യൂറോക്രസിയിൽ നല്ല ആളുകൾ വേണ്ട, നല്ല പണിയെടുക്കുന്ന കോൺട്രാക്ടർമാർ പോലും വേണ്ട. എല്ലാം ഞങ്ങൾ ചെയ്തോളാം, ഞാനും എൻ്റെ ഭാര്യയും പിന്നെ ഒരു തട്ടാനും എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഒരു സംഘം ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ഈ സംസ്ഥാനം ഭരിക്കും, AKG സെൻറ്റർ ഭരിക്കും, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ ഭരിക്കും, സംസ്ഥാന കമ്മിറ്റി ഭരിക്കും, ജില്ലാ കമ്മിറ്റികൾ ഭരിക്കും, ബ്രാഞ്ച് കമ്മിറ്റി വരെ ഭരിക്കും, ഞാൻ ഭരിക്കും. ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എൻ്റെ ഉപജാപക സംഘമാകുന്ന കുറച്ച് പേർ ഭരിക്കും, അറുമാദിക്കും. എല്ലാ അറുമാദിക്കലിനും അന്ത്യം ദയനീയമായിരിക്കും. ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായിരിക്കും എല്ലാ അന്തകന്മാരുടെയും പോക്ക്. കണ്ടില്ലേ, 7 റൗണ്ടാണ് എണ്ണിയപ്പോൾ തോറ്റ് അവസാനം ഒരു ഗതിയും പരഗതിയുമില്ലാതെ പാവങ്ങളുടെ
പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ധർമ്മടത്തെ ആളുകളുടെ കാരുണ്യത്തിൽ മാത്രം ജയിച്ച ഒരു മുഖ്യമന്ത്രി എന്താണ് ചെയ്യണമെന്നും അറിയാതെ കരചരണാദികളറ്റ് കിടക്കുന്ന ഉപഗുപ്തനെ കാത്ത് കിടക്കുന്ന വാസവദത്തെ പോലെ വളരെ വല്ലാത്ത രീതിയിലേക്ക് ചരിത്രത്തിൻ്റെ അവസാന താളുകളിലേക്ക് പോകുന്ന കാഴ്ച എല്ലാ ഏകാധിപതികൾക്കും ഉള്ളതാണ്. ഏകാധിപതികളുടെ ആയുസ് അല്പായുസാണ്. ഇപ്പോഴും അവസാന നാളുകളിൽ മുഖ്യമന്ത്രി അല്ലാതിരുന്ന വി.എസ്. അച്യുതാനന്ദന് കേരളത്തിലെ സ്ഥാനം എവിടെയാണ്? മലയാളിയുടെ മനസ്സിലെ സ്ഥാനം എവിടെയാണ്? വളരെ കുറഞ്ഞ ഒരുപാട് പ്രാവശ്യം തുടർച്ചയായിട്ടൊന്നും മുഖ്യമന്ത്രി ആകാതിരുന്ന നയനാരുടെ സ്ഥാനം എവിടെയാണ്? അച്യുതമേനോൻ്റെ സ്ഥാനം എവിടെയാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ സ്ഥാനം എവിടെയാണ്? പിണറായി വിജയൻ്റെ സ്ഥാനം എവിടെയാണെന്ന് പിണറായി വിജയനും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. ജനങ്ങളും ഒന്ന് മനസ്സിരുത്തി CPM വളരെ വലിയ ഗ്രഹപാഠം ചെയ്ത് ചിന്തിക്കണം. എന്താണ് പിണറായി? CPM = പിണറായി, പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് = പിണറായി. കുട്ടികൾ വാങ്ങുന്ന ത്രിവേണിയുടെ നോട്ട്ബുക്കിൻ്റെ പുറകിൽ പോലും വലുതും ചെറുതുമായ പിണറായിയുടെ മുഖം വച്ചടിക്കുന്ന ഒരു വല്ലാത്ത അശ്ലീല കാഴ്ച കണ്ടുകൊണ്ടാണ് മലയാളി 10 വർഷം ഉണർന്നത്. പ്രത്യേകിച്ച് അവസാനത്തെ 5 വർഷം വല്ലാത്ത ഉണരലായിരുന്നു. ആ മുഖം ഇനി കാണില്ല. തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഞാൻ സൂചിപ്പിച്ചു വന്നത് എല്ലാ ഏകാധിപതികളും ഇതുപോലുള്ള അന്ധകന്മാർക്കും ആയുസ് അല്പായുസാണ്. അല്പായുസിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. എടോ ഗോപാലകൃഷ്ണന്മാർ എന്ന് വിളിക്കുന്നവർക്കും പരനാറയും ചെറ്റയെന്നും നികഷ്ടജീവിയെന്നും പിന്നെ തട്ടിമുറുപ്പനെന്നും ശവന്തീനിയെന്നും ശവന്തൂക്കി എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ആയുസ് കുറവാണ് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ വികസനമല്ല ഇവിടെ പിണറായി വിജയൻ്റെ വികസനം വേണ്ട എന്നല്ല ജനങ്ങൾ പറഞ്ഞത്. പിണറായി വിജയൻ്റെ ജനാധിപത്യ വിരുദ്ധത വേണ്ട, താങ്കളുടെ ധാർഷ്ട്യം ഇവിടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. നൈതികതയും ജനാധിപത്യവും സഹിഷ്ണുതയും സത്യവും നീതിയും ധർമ്മവും ഒരു വശത്തും മറുവശത്ത് കൊടുത്തതും കൊടുക്കാത്തതുമായ കുറേ പൊള്ളയായ വാഗ്ദാനങ്ങളും നടത്തിയ കുറേ വികസന പ്രവർത്തനങ്ങളും. ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ വികസനം മതി, താങ്കൾ വീട്ടിൽ പൊക്കോളൂ. ഞങ്ങൾക്ക് വേണ്ടത് നൈതികതയും ജനാധിപത്യവും പൗരബോധവും പരസ്പരം ഉൾക്കൊള്ളലും മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമ അടിമകളെ സൃഷ്ടിക്കലല്ല, മാധ്യമ സ്വാതന്ത്ര്യവും അതും നീതിയും സത്യവും സഹിഷ്ണുതയും ന്യായവും ക്രമസമാധാനവും ആരോഗ്യപരിപാലനവും അടക്കമുള്ള മനോഹരമായൊരു ജനാധിപത്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് കേരള ജനത പിണറായിയോട് പറഞ്ഞത്, CPM പറഞ്ഞത്. അങ്ങനെ ഈ വിഷയത്തെ വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ, അല്ലാതെ കേവലം കുറേ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയില്ലേ 10 വർഷം എന്ന് ചോദിക്കുന്നതിനപ്പുറം ഞങ്ങൾ ഈ തിരുത്തും, ഈ ജനാധിപത്യ തിരുത്തുകൾ ഞങ്ങൾ തിരുത്തും. ക്യാമ്പസുകളിൽ ഞങ്ങളുടെ കുട്ടി സഖാക്കളോട് പറഞ്ഞ് അവിടെ ജനാധിപത്യം വരുത്തും. ഓഫീസുകളിൽ സർവീസ് സംഘടനകളോട് പറഞ്ഞ് അവിടെ ജനാധിപത്യം വരുത്തും. മാർക്കറ്റിൽ ജനാധിപത്യം വരുത്തും. സകല സ്ഥലത്തും ഞങ്ങൾ ജനാധിപത്യം വരുത്തും. അതിലൂടെ ഞങ്ങൾ ജയിക്കാൻ ശ്രമിക്കും. അല്ലാതെയുള്ള അക്രമവും ഗുണ്ടായുസവും തല്ലും ഈ പറയുന്ന ഒതുക്കലും ഈ എല്ലാ കാര്യങ്ങളും കോർപ്പറേറ്റ് വൽക്കരണവും ഞങ്ങൾ മതിയാക്കുമെന്ന് പറയുന്നിടത്താണ് പിണറായിയുടെ എന്നല്ല CPM ഇനിയുള്ള ആയുസ്. അത് മനസ്സിലാക്കുക. എന്തായാലും നൈതികത, ധർമ്മം, നീതി, സത്യം, ന്യായം, ജനാധിപത്യം, സഹിഷ്ണുത, സഹകരണം ഇതെല്ലാം വിജയിച്ചു. കേരള ജനതയ്ക്കൊരു ബിഗ് സല്യൂട്ട്.